ഇനി നമുക്കറിയാം വിവിധ തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ? വിവിധ തരത്തിലുള്ള സബ്സ്റ്റൻസ്, ഏകദേശം 10 തരത്തിലുള്ള സബ്സ്റ്റൻസസ് ആണ് നമ്മളെങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലഹരികളാണ് ഉപയോഗത്തിൽ ക്രമക്കേടുണ്ടാക്കുന്നത്. അതിൽ ലോകത്താകമാനം ആദ്യ സ്ഥാനത്ത് വരുന്നത് മദ്യം തന്നെയാണ്. മദ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ബിയറുണ്ട്, വൈനുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. അത് മാത്രമല്ല, ചില ഓവർ ദ കൗണ്ടർ നമുക്കിപ്പോൾ ഫാർമസിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന മരുന്നുകൾ, ചില ചുമക്കോ മറ്റോ ഒക്കെ ഉള്ള കപ്പ് സിറപ്പുകൾ, അവയിലെല്ലാം മദ്യം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, അമിതമായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത്തരം സബ്സ്റ്റൻസുകളുടെ ചെറിയ തോതിലുള്ള ഉപയോഗം അവരെ ഒരു റിലാക്സേഷനിലേക്ക് എത്തിക്കുന്നത് എന്നുണ്ടെന്നൊരു തോന്നൽ അവർക്ക് വരുന്നു. എന്നാൽ ചില ആളുകളിൽ ഇത് അമിതമായിട്ട്, കൂടുതൽ റിലാക്സേഷന് വേണ്ടി അമിതമായിട്ട് അവരുപയോഗിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ അവർ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടൻറ്റ്, അസ്വസ്ഥരും അസംതൃപ്തരും ശുണ്ഠിക്കാരുമാകുന്നു, വളരെ അസ്വസ്ഥരാകുന്നു. അവർ ചില സ്വഭാവത്തിൽ ചില വൈകല്യങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. സാമൂഹികവും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. കൂടുതൽ അക്രമ സ്വഭാവത്തിലേക്ക് അവർ ചെയ്യുന്നു. ഒരു പഠനം, കാനഡയിൽ നടന്നൊരു പഠനം തെളിയിക്കുന്നത് ഈ അമിതമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം ചിലരെ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നുവെന്നും ചില ആത്മഹത്യകൾക്ക് പിന്നിൽ അവർ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്ന് തെളിയുന്നു. കനേഡിയൻ ടുബാക്കോ, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് 2013 നടത്തിയൊരു പഠനം 15 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ 76% ആളുകൾ ഈ തരം മദ്യത്തിൻ്റെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന് കാണാം. നമുക്കറിയാം, കൂടുതലായിട്ടുള്ള ഉപയോഗം കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നു. ഈ കാനഡ ലോ റിസ്ക് ആൽക്കഹോൾ ഡ്രിങ്കിങ് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് അത്രയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാനഡ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ കാനഡ ലോ റിസ്ക് ആൽക്കഹോൾ ഡ്രിങ്കിങ് കനേഡിയൻ സ്റ്റാൻഡേർഡ് ലോ റിസ്ക് വോളിയം എന്ന് പറയുന്ന ഒരു ചാർട്ടിലേക്ക് നമുക്കൊന്ന് നോക്കാം. കാനഡ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്കിൻ്റെ അളവ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചാർട്ടിൽ പറയുന്ന അളവ് 13.45 ഗ്രാമാണ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്. ഒരു ഗ്ലാസ് ബിയറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്പിരിറ്റോ ഇതിന് തത്തുല്യമല്ല. വൺ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് 13.45 ഗ്രാം മദ്യമാണ്. ഇന്ന് വൈനിൽ 18% മദ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് 85 ml ആണ്. ഒരു വൈൻ അടിക്കുന്ന ആൾ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് 85 ml മാത്രം കഴിക്കുമ്പോഴാണ്. കൂടാതെ സ്പിരിറ്റിൽ 40% ഉണ്ട്. അതുകൊണ്ട് 43 മില്ലിഗ്രാം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ബിയർ, സൈഡർ അങ്ങനെയുള്ള സാധനത്തിൽ 5% ഉണ്ട്. അതുകൊണ്ട് തന്നെ 341 ml കഴിക്കാം. എന്നാൽ ചില ബിയറുകളിലും സൈഡറുകളിലൊക്കെ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ മദ്യത്തിൻ്റെ അളവ് കാണും. അതുകൊണ്ട് വൺ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അമിതമായിട്ട് ബിയർ കഴിച്ചാൽ ഈ അളവിൽ വ്യത്യാസം വരും.